മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് ക്രിക്കറ്റ് പരിശീലകന് എതിരെ പോക്സോ കേസ്. മുൻ രഞ്ജി താരവും പരിശീലകനും ആയ KJ രാഗേഷിന് എതിരെ ആണ് കേസ്. പരിശീലനത്തിന് എത്തിയ വിദ്യാർത്ഥിനികൾ ആണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. പാലക്കാട് സ്റ്റേഷനുകളിൽ ആയി 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതി ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാളെ പിടികൂടാൻ ഉള്ള ഊർജിത ശ്രമത്തിൽ ആണ് പോലീസ്. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, 2 ഇടത്ത് നിന്ന് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പോക്സോ കേസുകൾ എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളാണ് ഇരകളാക്കപ്പെടുന്നത് എന്നതറിയാം. അതുകൊണ്ട് തന്നെ പോലീസിനെയും സംബന്ധിച്ച് ഗൗരവത്തോടെയാണിത് സമീപിക്കാൻ പറ്റുകയുള്ളൂ. കുട്ടികളെ നൽകുന്ന പരാതി വസ്തുതാപരമാണോ എന്ന ഒരു പ്രതിസന്ധി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഇവിടെ ഇതാ 2 ഇടത്ത് ഇത്തരം പരാതി ഉയർന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടുക എന്നത് അനിവാര്യമാണല്ലോ. തീർച്ചയായും അഭിലാഷ്, ഏതെങ്കിലും ഒറ്റപ്പെട്ട പരാതിയല്ല ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒന്നിലധികം പരാതികൾ, ഇനിയും പരാതികൾ ഉണ്ടാകും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ജൂൺ മാസത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള FIR പാലാ പോലീസ് സ്റ്റേഷനിൽ ഈ 2 കേസിൻ്റെയും രജിസ്റ്റർ ചെയ്തത്. കാരണം പാലയിലാണ് ആദ്യഘട്ടത്തിൽ പരാതി വന്നത്. ഇവിടെ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് പാലക്കാടാണ് ഈ സംഭവം നടന്നത്, ഇയാൾക്കെതിരായ സംഭവം നടന്നത് എന്ന നിലയിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് മാറ്റിയിരിക്കുന്നത്. അതായത് ഈ രണ്ട് സമയത്ത് നടന്ന സംഭവങ്ങളാണ്. ഈ പാലായിൽ ഉണ്ടായത്, പാലായിൽ വെച്ച് കാറിൽ വെച്ച് ഈ പെൺകുട്ടിയോട്, ഈ 17 വയസ്സുള്ള പെൺകുട്ടിയോട് ഇയാൾ ലൈംഗികമായി ഇടപെട്ടു എന്നുള്ളതാണ് പരാതി. പാലക്കാട് ഒരു ഹോട്ടലിൽ താമസിക്കുന്ന സമയത്താണ്, അതായത് പരിശീലനം, ക്രിക്കറ്റ് മത്സരങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി കുട്ടികളുമായി യാത്ര ചെയ്യാറുണ്ട്. ആ സമയത്താണ് പാലക്കാട് ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും പാലയിലുണ്ടായ സംഭവത്ത് ഇത്രയധികം വൈകി എന്നൊക്കെയുള്ള ആരോപണം ഈ രക്ഷിതാക്കൾക്കുണ്ട്. പക്ഷേ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ പാലയിലെ പരാതി നൽകിയ ശേഷം ഏതാണ്ട് 21 ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടി മൊഴി നൽകാൻ ഉൾപ്പെടെ എത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ഹോട്ടലിലോ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചല്ല സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൻ്റെ CDRും മറ്റും എടുത്ത് ഈ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ പരാതിയാണ്. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ പ്രാഥമിക വശങ്ങൾ പരിശോധിച്ച ശേഷം, അത്തരം തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഇയാൾക്കെതിരായ അന്വേഷണം നടത്തിയത്. പക്ഷേ ഈ ഘട്ടത്തിനുള്ളിൽ ഇയാൾ ഒളിവിൽ പോയി എന്നുള്ളതാണ് ഈ ഇരകളാക്കപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും എറണാകുളത്താണ് ഇയാൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാലക്കാട് കേസാണ് കുറച്ചുകൂടെ ഗുരുതര സ്വഭാവത്തിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇയാൾ നിരന്തരം ഇത്തരം കുറ്റകൃത്യങ്ങൾ പരിശീലനത്തിലെത്തുന്ന കുട്ടികളോട് നടത്തുന്ന ഒരാളാണ് എന്നുള്ളതാണ്. 2008 മുതൽ 2013 വരെ ഇയാൾ കേരള രഞ്ജി ട്രോഫി താരമായിരുന്നു. വിവിധ ടൂർണമെൻറ്റുകളിൽ കളിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു എന്നുള്ളതാണ്. തുടർന്നാണ് ഇയാൾ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ കളിക്കാൻ തുടങ്ങുന്നു, പരിശീലകനായി മാറുന്നു. ഒപ്പം തന്നെ SBI പോലുള്ള ചില സ്ഥാപനങ്ങളിലും ഇയാൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ഉൾപ്പെടെ നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇയാളുടെ വീട്ടിൽ ഈ വിവരങ്ങൾ ശേഖരിച്ച ശേഷം വീട്ടിലെത്തിയപ്പോൾ ഇയാൾ SIM കാർഡ് വീട്ടിൽ വെച്ച ശേഷം ഇയാൾ ഒളിവിൽ പോയി എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അതിനുവേണ്ടി ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇപ്പോൾ കോട്ടയത്തെ കേസിൻ്റെ കാര്യത്തിലാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പാലായിലെ കേസിൽ പ്രത്യേക ഒരു ടീമിനെ തന്നെ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇയാളെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടാനുള്ള ശ്രമത്തിലാണ്. കാരണം ഏതെങ്കിലും ഒരു കുട്ടിയോട് ചെറിയ രീതിയിൽ കാണിച്ച ഒന്നല്ല, അതിനപ്പുറത്തേക്കുള്ള കുറ്റകൃത്യം ഇയാൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പരിശീലകൻ എന്നൊക്കെയുള്ള നിലയിൽ ആയതുകൊണ്ട് തന്നെ ഇത്തരം കൂടുതൽ ആളുകൾ ഇതിന്റെ ഇരകളാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സംശയങ്ങളും പോലീസിനെ സംബന്ധിച്ചുണ്ട്. തീർച്ചയായും അവിടെ മറ്റൊരു പരിശീലകനായിരുന്ന മനു എന്നൊരാൾ ഇത്തരം പീഡനക്കേസിൽ പെടുകയും അങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് കഠിനമായ ശിക്ഷ, ഏതാണ്ട് 35 വർഷത്തെ ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഇത് വലിയ തോതിൽ, അതായത് ഒന്ന് നമ്മുടെ കായിക മേഖലയെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ മിന്നുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുമ്പോൾ അങ്ങേയറ്റം അഭിമാനത്തോടെയാണ് മലയാളികൾ തലയുയർത്തി നിൽക്കുന്നത്. അവിടെയാണ് ഈ പരിശീലകർ അവരുടെ മുന്നിലേക്ക് വലിയ പ്രതീക്ഷയോടെ കുട്ടികളെ അയക്കുന്നു, പെൺമക്കളെ അയക്കുന്നു. അവരെ ഇങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. മാതൃകാപരമായി ഇപ്പോൾ മനുവിന് ലഭിച്ചതുപോലെ തന്നെയുള്ള ശിക്ഷയാണ് ലഭിക്കേണ്ടത്. കാരണം നമ്മുടെ കായിക മേഖലയ്ക്ക് പോലും ഇവർ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അതിവേഗം തന്നെ പ്രതിയിലേക്ക് എത്തും എന്ന്
പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? തീർച്ചയായും അതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു പ്രത്യേക ടീമിനെ ഇവർ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമത്തിനായി വിടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില പരിമിതികൾ പോലീസ് നേരിടുന്നത്. സാധാരണഗതിയിൽ ഈ ഫോണും മറ്റും ട്രാക്ക് ചെയ്തുകൊണ്ടാണ് പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ അതിലേക്ക് പോകുമ്പോഴാണ് മൊബൈൽ ഉൾപ്പെടെ വീട്ടിൽ വെച്ച ശേഷമാണ് ഇയാൾ പോയിട്ടുള്ളത്. പക്ഷേ പരമാവധി സൈബർ വിവരങ്ങളിലൂടെ തന്നെ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് പല രീതിയിലും അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പോലീസ് നൽകിയിട്ടില്ല. അഭിലാഷ് ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം അടക്കം ലോക ചാമ്പ്യന്മാരായൊക്കെ നേരത്തെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രതിഭയോടുകൂടി കളിക്കുന്ന താരങ്ങൾ, വനിതാ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം ലഭിക്കുന്ന ഒരു കാലം. ആ കാലത്താണ് കേരളത്തിൽ ഇത്തരത്തിൽ ചില പരിശീലകരുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഈ സംവിധാനത്തെ ആകെ, ഈ ക്രിക്കറ്റ് മേഖലയാകെ തിരിച്ചടിക്കുന്ന നിലയിലേക്കുള്ള ചില രീതികൾ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് അസോസിയേഷനൊപ്പം തന്നെ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഉൾപ്പെടെ അതിശക്തമായ ഇടപെടൽ നടത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ഈ ഒന്നിലധികം കേസുകൾ ഇങ്ങനെ വരുന്നു എന്നുള്ളത് പോക്സോ കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പിടിക്കപ്പെടുന്നവരെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഈ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച തിരുവനന്തപുരത്തെ മനുവിന് വലിയ കാലാവധിയാണ് ശിക്ഷ ലഭിക്കുന്ന നിലയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നവർ പിന്നീട് പുറത്തിറങ്ങാൻ കഴിയുന്ന നിലയിലല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ കൊച്ചുകുട്ടികളാണ് പലതും ഈ പരിശീലനത്തിന്റെയും കളികളുടെയൊക്കെ ഭാഗമായി മാറി താമസിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഫലത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. അഭിലാഷ്, തീർച്ചയായും നമ്മുടെ പെൺമക്കളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയല്ല, അവരെ നാളെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനങ്ങളായി വാർത്തെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നത്, ലൈംഗികമായി ഉപദ്രവിക്കുന്നത്. ഒരു പക്ഷേ ഈ കുട്ടികളുടെ പ്രതിഭയെപ്പോലും കെടുത്തിക്കളയുന്ന ഒരു സമീപനമായിരിക്കും. അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യം, അവരുടെ മാനസികമായി ഉണ്ടാകുന്ന ആഘാതം, അത് അവരുടെ പ്രകടനങ്ങളെപ്പോലും ബാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ഗുരുതരമാകുന്ന പിഴവ് തന്നെയാണ്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക മാത്രമല്ല മാതൃകാപരമായി ശിക്ഷിക്കുകയുമാണ് വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.